ഹായ് ഓൾ, വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു എഗ് ബിരിയാണി കുക്കറിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. 2 ഗ്ലാസോളം റൈസ് എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കഴുകി 30 മിനിറ്റോളം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. റൈസ് നന്നായിട്ട് കഴുകണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ മാറില്ല. അപ്പോൾ വെന്ത് കഴിയുമ്പം ഇത് ഒട്ടിപ്പിടിക്കും. 4 മുട്ടയാണ് ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. കുക്കറിലേക്ക് 1.5 ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്യുക. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഓരോ ടീസ്പൂൺ വീതം ആഡ് ചെയ്യുക. ഒരു 20-25 സെക്കൻഡോളം ലോ ഫ്ലെയിമിൽ സോട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടും. ഇതിലേക്ക് നമുക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ചേർക്കാം. സവാള കനം കുറച്ചരിയണമെന്നില്ല, സാധാരണ രീതിയിൽ അരിഞ്ഞാൽ മതിയാകും. ഇതൊരു 1.5 മിനിറ്റോളം നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ സവാള വാടി കിട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മസാലക്കൂട്ട് ആഡ് ചെയ്യാം. ഈ മസാലക്കൂട്ടിൽ 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല എന്നിവയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് ഏകദേശം 1 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. മസാലയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾക്ക് 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ആ സവാളയുമായിട്ട് കുഴഞ്ഞ മസാല സവാളയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കിട്ടണം. ഒരു 20-25 സെക്കൻഡോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിലേക്ക് ഞാൻ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ബസ്മതി റൈസ് ആഡ് ചെയ്യാം. 2 ഗ്ലാസ് റൈസിന് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് വേവിൽ കുക്കറിൽ ഇത് ആയി കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂണോളം നാരങ്ങ നീര് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ റൈസ് ഒട്ടിപ്പിടിക്കാതെയും കുഴഞ്ഞു പോകാതെയും നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാൻ 1 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഉപ്പ് രസം കുറച്ച് മുന്നിട്ട് തന്നെ നിൽക്കണം, ഇല്ലെങ്കിൽ കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് കുറവുള്ളതായിട്ട് തോന്നും. ഇതിലേക്ക് നേരത്തെ മാറ്റി പുഴുങ്ങി വെച്ചിരുന്ന ആ മുട്ട നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുക്കർ അടയ്ക്കുക. ലോ ഫ്ലെയിമിൽ 1 വിസിൽ മതിയാകും നമ്മളുടെ ബിരിയാണി റെഡിയാവാൻ. ആ സമയത്ത് നമ്മൾക്ക് മറ്റൊരു പാത്രത്തിൽ കുറച്ച് നട്ട്സും കിസ്മിസും 1 സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യിലാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. വിസിലായിട്ടുണ്ട്. നമുക്കിതിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. റൈസ് കറക്റ്റായിട്ടാണ് കുക്കായിരിക്കുന്നത്. വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല, എന്നാൽ ആവശ്യത്തിനുള്ള വേവുണ്ട്. ഏകദേശം 4 പേർക്ക് സെർവ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയിലുള്ള റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസിയാണ്, എന്നാൽ ടേസ്റ്റിയുമാണ്. ആകെ 1 വിസിൽ മതി കുക്കറിൽ. ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രഷർ കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞേ ഓപ്പൺ ചെയ്യാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.